ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങൾ ആധികാരികമായ ആഴത്തിൽ പഠിക്കാൻ നാം ഏവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നസ് ടിവിയുടെ മാന്യ പ്രേക്ഷകരായ നിങ്ങൾക്കേവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. തോബിത്തിൻ്റെ പുസ്തകമാണ് നാം പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. 4-ാം അധ്യായമാണ് നമ്മൾ വായിച്ച് വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. തോബിത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ തോബിത്ത് നടത്തുന്ന ഒരു വിടവാങ്ങൽ സന്ദേശത്തിൻ്റെ ഭാഗമായി തോബിത്ത് പുത്രനായ തോബിയാസിന് നൽകുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്. അവയിൽ ഒന്നാമത്തേത് തൻ്റെയും തൻ്റെ ഭാര്യയും തോബിത്തിൻ്റെ അമ്മയുമായ അന്നായുടെയും മൃതസംസ്കാരവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. 2, തോബിയാസ് തൻ്റെ അമ്മയായ അന്നായെ എപ്രകാരമാണ് സംരക്ഷിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. 3-ാമത്തെ കാര്യം നീതിയിലുള്ള ജീവിതത്തെക്കുറിച്ചും ദാനധർമ്മത്തെക്കുറിച്ചുമുള്ളതാണ്. ഇങ്ങനെ 3 പ്രധാന ഉപദേശങ്ങൾ നൽകിയതിന് ശേഷം 4-ാമതായി പിതാവായ തോബിത്ത് പുത്രനായ തോബിയാസിന് നൽകുന്ന ഉപദേശം അത് വിവാഹ ജീവിതത്തിലെ ധാർമ്മികതയുമായി ബന്ധപ്പെട്ട ഒന്നാണ്. ആ തിരുവചന ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചു. അതിൻ്റെ വ്യാഖ്യാനമാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത്. അവിടെ 4-ാം അധ്യായത്തിൻ്റെ 12, 13 തിരുവചനങ്ങളിലാണ് വിവാഹബന്ധത്തിലെ ധാർമ്മികതയെക്കുറിച്ച് നമ്മൾ കണ്ടത്. ആ വചനഭാഗം ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് വായിക്കാം. 4-ാം അധ്യായത്തിൻ്റെ 12-ാം തിരുവചനവും 13-ാം തിരുവചനത്തിൻ്റെ ആദ്യ ഭാഗവും. എല്ലാത്തരം അധാർമികതയിൽ നിന്നും നിന്നെ കാത്തുകൊള്ളുക. നിന്റെ പൂർവികരുടെ ഗോത്രത്തിൽ നിന്ന് മാത്രം ഭാര്യയെ സ്വീകരിക്കുക. അന്യജനതകളിൽ നിന്ന് വിവാഹം ചെയ്യരുത്. നാം പ്രവാചകന്മാരുടെ സന്തതികളാണ്. മകനെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ നോഹ, അബ്രാഹം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവരെല്ലാം തങ്ങളുടെ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്നാണ് ഭാര്യമാരെ തിരഞ്ഞെടുത്തത് എന്ന കാര്യം നീ അനുസ്മരിക്കണം. സന്താനങ്ങൾ വഴി അവർ അനുഗ്രഹീതരായി അവരുടെ പിൻതലമുറ ദേശം അവകാശമാക്കും. അതിനാൽ മകനെ, നിന്റെ സഹോദരന്മാരെ സ്നേഹിക്കുക. നിന്റെ ചാർച്ചക്കാരിൽ നിന്ന്, നിന്റെ ജനത്തിൻ്റെ മക്കളിൽ നിന്ന് ഭാര്യയെ സ്വീകരിക്കാതെ അവരെ നിന്ദിക്കരുത് എന്ന് പിതാവ് പുത്രനോട് പറയുന്നു. വിവാഹ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത, പരിശുദ്ധി എന്നിവയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളാണ്. ഇവിടെ തോബിയാസിനോട് പൂർവ്വപിതാക്കന്മാരുടെ ഒരു മഹനീയമായ മാതൃകയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. പൂർവ്വപിതാക്കളുടെ ജീവിത കഥകളെ ആധാരമാക്കിക്കൊണ്ടാണ് തോബിത്ത് സ്വവംശീയ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്. തോബിത്ത് തന്നെയും സ്വന്തം വംശത്തിൽ നിന്നാണ് വിവാഹം ചെയ്തതെന്ന് ഇതിനു മുമ്പ് നമ്മൾ 1-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 9-ാം തിരുവചനത്തിൽ, പ്രായപൂർത്തിയായപ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തിൽപ്പെട്ട അന്ന എന്ന ഒരുവളെ വിവാഹം ചെയ്തു. അവളിൽ നിന്ന് എനിക്ക് തോബിയാസ് എന്ന മകൻ ജനിച്ചു. അപ്പോൾ തോബിത്ത് തന്നെ ജീവിതത്തിൽ സ്വന്തം കുടുംബത്തിൽ നിന്നാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. അതുപോലെ പൂർവ്വപിതാക്കന്മാരുടെ മാതൃക പിന്തുടർന്നുകൊണ്ട്, തൻ്റെ സ്വന്തം മാതൃക പിന്തുടർന്നുകൊണ്ട് മകനായ തോബിയാസും സ്വന്തം കുടുംബത്തിൽ നിന്ന് വധുവിനെ കണ്ടെത്തണം എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിന് അടിസ്ഥാനപരമായിട്ട് പൂർവ്വപിതാക്കന്മാരുടെ കഥ പറയുകയാണ്. എന്താണ് ഈ പൂർവ്വപിതാക്കന്മാരുടെ കഥ എന്ന് ഞാൻ വിശദീകരിക്കാം. തേരായുടെ പുത്രനായ അബ്രാഹം വിവാഹം ചെയ്തത് അദ്ദേഹത്തിൻ്റെ തന്നെ അർദ്ധ സഹോദരി കൂടിയായിരുന്ന സാറായെയാണ്. ഇനി അബ്രാഹത്തിൻ്റെയും സാറായുടെയും പുത്രനായ ഇസഹാക്ക് വിവാഹം ചെയ്യുന്നത് റെബേക്കായെയാണ്. റെബേക്ക എന്നാൽ അബ്രഹാമിൻ്റെ സഹോദരൻ നാഹോറിൻ്റെ പൗത്രിയാണ്. യാക്കോബ് വിവാഹം ചെയ്യുന്നത്
റാഹേലിനെയും ലെയായെയുമാണ് നമുക്കറിയാം. അവർ രണ്ടുപേരും യാക്കോബിൻ്റെ അമ്മാവനായിരുന്ന ലാബാൻ്റെ മക്കളാണ്. ആ ബന്ധങ്ങൾ ഞാനൊന്ന് ഈ ചാർട്ട് മുഖേന സൂചിപ്പിക്കാം, കൂടുതൽ വ്യക്തതയുണ്ടാവും. തേരായുടെ പുത്രനായിരുന്ന അബ്രാഹം വിവാഹം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ അർദ്ധ സഹോദരിയായിരുന്ന, അതായത് തേരാഹിന് മറ്റൊരു ഭാര്യയിലുണ്ടായിരുന്ന ജനിച്ച മകള് സാറായെയാണ്. ഇനി അബ്രാഹാമിന് മറ്റൊരു സഹോദരൻ ഉണ്ടായിരുന്നു, നാഹോർ. ഇനി അബ്രാഹാമിൻ്റെ പുത്രൻ ഇസഹാക്ക്, അബ്രാഹാമിൻ്റെയും സാറായുടെയും പുത്രൻ ഇസഹാക്ക് വിവാഹം ചെയ്യുന്നത് അബ്രാഹത്തിൻ്റെ തന്നെ മറ്റൊരു സഹോദരനായിരുന്ന നാഹോറിൻ്റെ പുത്രൻ ബെഥുവേലിൻ്റെ മകൾ റബേക്കായെയാണ്. ഇനി ഇസഹാക്കിൻ്റെ പുത്രനായിരുന്ന യാക്കോബ്, അദ്ദേഹം വിവാഹം ചെയ്യുന്നത് നാഹോറിൻ്റെ പുത്രൻ ബെഥുവേലിൻ്റെ പുത്രൻ ലാബാൻ്റെ പുത്രിമാരായിരുന്ന ലെയായെയും റാഹേലിനെയുമാണ്. എന്ന് പറഞ്ഞാൽ ഈ വിവാഹങ്ങളെല്ലാം നടക്കുന്നത് ഒരു കുടുംബത്തിൻ്റെ ഉള്ളിൽ വെച്ചാണ്, സ്വന്തം കുടുംബത്തിനുള്ളിലുള്ള വിവാഹബന്ധങ്ങളാണ് നടക്കുന്നത്. ഞാനിത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് അക്കാലത്തെ ധാർമ്മികതയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇക്കാലത്തെ ധാർമ്മികതയുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. അക്കാലത്ത് ഞങ്ങൾക്കറിയാമല്ലോ, ഒരു ട്രൈബൽ സിസ്റ്റമാണ്, ഒരു കുടുംബ വ്യവസ്ഥിതി എന്നത് ഒരു ഗോത്രത്തിൻ്റെ സംരക്ഷിക്കുന്ന ഒരു കുടുംബ വ്യവസ്ഥിതിയാണ് നടന്നിരുന്നത്. അപ്പോൾ ആ കുടുംബത്തിലെ പണം, സമ്പത്ത് മറ്റാരിലേക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും ആ കുടുംബത്തിൻ്റെ വിശ്വാസം, അത് ദൈവത്തിലുള്ള ഏകദൈവത്തിലുള്ള വിശ്വാസം, അത് ഭദ്രമായിരിക്കാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വിവാഹബന്ധങ്ങൾ അക്കാലത്തുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് നമുക്കറിയാം, ഇന്നത്തെ നമ്മുടെ ധാർമ്മിക നിലപാടുകളനുസരിച്ച് നമ്മളൊരു ഗോത്രജനതയല്ല, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ ഗോത്രജനതയല്ല. അതുകൊണ്ട് ഈ ഗോത്രാചാരക്രമം പ്രകാരമുള്ള ഈ ഒരു ഉപദേശം നമുക്ക് ഇന്ന് അനുസരിക്കേണ്ട യാതൊരു ബാധ്യതയില്ല. കാരണം ഇത് യഹൂദരുടെ ഒരു ഗോത്രാചാരത്തിൻ്റെ ഭാഗമായിട്ട് നൽകിയിരുന്ന നിർദ്ദേശങ്ങളാണ്. മാത്രമല്ല, യഹൂദരിൽ തന്നെ വളരെ പ്രമുഖരായിരുന്ന ആളുകൾ മറ്റ് മതങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് ഗോത്രങ്ങളിൽ നിന്നുള്ളവരെ വിവാഹം കഴിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണത്തിന് യഹൂദരുടെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണല്ലോ പൂർവ്വ യോസേപ്പ്. പൂർവ്വ യോസേപ്പ് വിവാഹം കഴിച്ചത് ഒരു ഈജിപ്തുകാരിയായ സ്ത്രീയായിരുന്നു, ഒരു യഹൂദരയായ സ്ത്രീയായ ഒരു ഈജിപ്തുകാരിയായിരുന്നു. മോശ, പുറപ്പാടിൻ്റെ നായകനായ മോശ വിവാഹം കഴിച്ചിരുന്നത് മറ്റ് മതങ്ങളിൽപ്പെട്ട അല്ലെങ്കിൽ മറ്റ് ഗോത്രങ്ങളിൽപ്പെട്ട ആളുകളെയായിരുന്നു. സോളമൻ രാജാവ് തന്നെ എത്രയോ മറ്റ് ഗോത്രങ്ങളിൽപ്പെട്ട ആളുകൾ വിവാഹം കഴിച്ചിരിക്കുന്നു. അപ്പോൾ അവരെല്ലാം മോശക്കാരായതുകൊണ്ടല്ല, മറ്റ് മതങ്ങളിൽ നിന്നുള്ള ആളുകളെ വിവാഹം കഴിക്കുന്നതിനാൽ ഒരാൾ പാപം ചെയ്യുന്നു എന്ന അർത്ഥത്തിലല്ല. അത്തരത്തിൽ വിവാഹം കഴിക്കപ്പെട്ട് വരുന്ന ഭാര്യമാർ ഇവരുടെ ദൈവവിശ്വാസത്തെ വ്യതിചലിപ്പിക്കുകയോ ഇവരെ അധാർമികതയിലേക്ക് നയിക്കുകയോ ചെയ്യാതിരിക്കട്ടെ എന്ന് കരുതിയാണ് ഇത്തരത്തിലുള്ള വിവാഹത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇത് അക്കാലത്തെ തോബിയാസിന് നൽകുന്ന ഈ ഉപദേശത്തെ അക്കാലത്തെ ധാർമ്മികതയും അക്കാലത്തെ കുടുംബജീവിതത്തിൻ്റെ ഗോത്രജീവിതത്തിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ടും വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതിന് ഇന്നത്തെ കാലവുമായിട്ട്, ഇന്നത്തെ ധാർമ്മികതയുമായിട്ട്, നമ്മുടെ ക്രിസ്ത്യാനികളുടെ ജീവിതവുമായിട്ട് അതിന് ബന്ധമില്ല. കാരണം നമ്മളാരും ഗോത്ര ജീവിത രീതി അനുസരിച്ച് ജീവിക്കുന്ന ആളുകളല്ല, നമ്മളാരും ഒരു ഗോത്രത്തിൻ്റെ ആളുകളല്ല, മറിച്ച് ക്രിസ്തു മതത്തിലെ വിശ്വാസികളാണ്. ഇതൊരു ക്രിസ്തു മതമെന്ന് പറയുന്നത് ഒരു ഗോത്രമതമല്ല, മറിച്ച് ഒരു ജീവിത യാത്രയാണ്, ഒരു മാർഗമാണിത്. അതുകൊണ്ടാണ് ആദ്യകാലത്ത് ക്രിസ്ത്യാനികളെ മാർഗവാസികൾ, ദ പീപ്പിൾ ഓഫ് ദ വേ എന്നാണ് വിളിച്ചിരുന്നത്. ഒരു വഴിയുടെ ആ മാർഗത്തെ അനുധാവനം ചെയ്യുന്നവർ എന്ന അർത്ഥത്തിലാണ് ക്രിസ്തു മതത്തെ മനസ്സിലാക്കുന്നത്. ഇതൊരു ഗോത്രമതമല്ല. ഒരു ഗോത്രമതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ തോബിത്തിൻ്റെ പുസ്തകത്തിലേക്ക് ഈ വിവാഹത്തെക്കുറിച്ചുള്ള ഉപദേശങ്ങളെ മനസ്സിലാക്കേണ്ടത്. അടുത്തതായി തോബിത്ത് പുത്രനായ തോബിയാസിന് നൽകുന്ന വിവിധ സതുപദേശങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റും. അത് 4-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 19 വരെയുള്ള ദീർഘഭാഗത്താണ്. ഞാൻ പെട്ടെന്ന് വായിക്കാം. അഹങ്കാരവും വിനാശവും അരാജകത്വവും വരുത്തും. അഹങ്കാരം വിനാശവും അരാജകത്വവും വരുത്തും. അലസത നാശത്തിനും പട്ടിണിക്കും നിദാനമാകുന്നു. കാരണം അലസതയാണ് ദാരിദ്ര്യത്തിൻ്റെ മാതാവ്. വേല ചെയ്യുന്നവൻ്റെ കൂലി പിറ്റേ ദിവസത്തേക്ക് നീട്ടിവയ്ക്കരുത്, അതത് ദിവസം തന്നെ കൊടുത്തു തീർക്കുക. ദൈവശുശ്രൂഷ ചെയ്താൽ പ്രതിഫലം ലഭിക്കും. മകനെ, എല്ലാ പ്രവൃത്തികളും ശ്രദ്ധാപൂർവം ചെയ്യുക. നിന്റെ പെരുമാറ്റം ചിട്ടയുള്ളതായിരിക്കണം.
നിനക്ക് അഹിതമായത് അപരനോടും ചെയ്യരുത്. അമിതമായി മദ്യപിക്കരുത്. ഉന്മത്തത ശീലമാക്കരുത്. വിശക്കുന്നവനുമായി നിൻ്റെ അപ്പം പങ്കിടുക, നഗ്നനുമായി നിൻ്റെ വസ്ത്രവും. മിച്ചമുള്ളത് ദാനം ചെയ്യുക. ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത്. നീതിമാന്മാരുടെ ശവകുടീരത്തിങ്കൽ അപ്പം വിതരണം ചെയ്യുക. പാപികൾക്ക് കൊടുക്കരുത്. വിവേകമുള്ള ഏതൊരുവനിലും നിന്ന് ഉപദേശം തേടുക. സതുപദേശം നിരസിക്കരുത്. ദൈവമായ കർത്താവിനെ എപ്പോഴും വാഴ്ത്തുക. നിൻ്റെ പാതകൾ നേരെയാകാനും നീ നനയ്ക്കുന്ന കാര്യങ്ങൾ ശുഭമായി ഭവിക്കാനും അവിടുത്തോട് പ്രാർത്ഥിക്കുക. ജനതകൾക്ക് ജ്ഞാനം നൽകപ്പെട്ടിട്ടില്ല. കർത്താവാണ് എല്ലാ നന്മയും നൽകുന്നത്. അവിടുന്ന് എളിമപ്പെടുത്തണമെന്ന് വിചാരിക്കുന്നവനെ അങ്ങനെ ചെയ്യുന്നു. അതിനാൽ മകനെ, എൻ്റെ കൽപ്പനകൾ അനുസ്മരിക്കുക. അവ നിൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാൻ അനുവദിക്കരുത്. വളരെ മികച്ച സതുപദേശങ്ങളാണ്, ജ്ഞാന സൂക്തങ്ങളാണ് സത്യത്തിൽ ഇവിടെ പിതാവ് പുത്രന് നൽകുന്നത്. പിതാവ് പുത്രന് നൽകുന്ന ഉപദേശങ്ങളുടെ രൂപത്തിലുള്ള വിജ്ഞാന സാഹിത്യം, വിസ്ഡം ലിറ്ററേച്ചർ എന്നറിയപ്പെടും. മധ്യപൂർവ്വ ദേശങ്ങളായ മെസപ്പൊട്ടേമിയ, സിറിയ, ഈജിപ്ത് എന്നിവിടങ്ങളിലെല്ലാം പണ്ടുകാലം മുതലേ നിലവിലുണ്ടായിരുന്നു. നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ വിജ്ഞാന ഗ്രന്ഥങ്ങൾ, കെത്തുബീമിലെ വിജ്ഞാന ഗ്രന്ഥങ്ങളെല്ലാം തന്നെ വിജ്ഞാന സാഹിത്യ രൂപത്തിലുള്ളതാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം, സുഭാഷിതങ്ങളുടെ പുസ്തകം, സഭാപ്രസംഗങ്ങളുടെ പുസ്തകം ഒക്കെ ഉദാഹരണങ്ങളാണ്. അപ്പോൾ അതേ സാഹിത്യ രൂപത്തിലാണ് ഇവിടെ തോബിത്തിൻ്റെ പുസ്തകത്തിൽ തോബിത്ത് തോബിയാസിന് നൽകുന്ന ഈ ജ്ഞാന സൂക്തങ്ങൾ ഉള്ളത്. ഇവിടെ വളരെ നമുക്കിന്നും എന്നും മനുഷ്യൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഈ തോബിത്ത് തോബിയാസിനോട് പറയുന്നുണ്ട്. അഹങ്കാരം വിനാശവും അരാജകത്വവും വരുത്തും. അക്കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ ചുറ്റും ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള പല പ്രശ്നങ്ങൾക്കും കാരണം എന്താണ്? എന്തുകൊണ്ടാണ് വിനാശങ്ങൾ ഉണ്ടാവുന്നത്, അരാജകത്വങ്ങൾ ഉണ്ടാവുന്നത്? അത് ഏതാനും വ്യക്തികളുടെ കൂട്ടങ്ങളുടെയോ ഒക്കെ അഹങ്കാരം കൊണ്ടാണ്. ഞാൻ ഓരോ കൃത്യമായ ഉദാഹരണങ്ങൾ എടുത്തു പറയുന്നില്ല. പക്ഷേ ഇന്ന് നമ്മൾ ജീവിക്കുന്ന മത, സാമൂഹിക, രാഷ്ട്രീയ ചുറ്റുപാടുകളിലേക്ക് നോക്കുക. എന്നിട്ട് എവിടെയെങ്കിലും വിനാശകരമായതും അരാജകത്വമുള്ളതുമായ ഒരു രീതി നമ്മൾ കാണുന്നുള്ളെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം അന്വേഷിച്ച് പോകുമ്പോൾ നമ്മൾ ചെന്നെത്തുന്നത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ അഹങ്കാരവും ധാർഷ്ട്യവുമാണ്. അത് കൃത്യമായി പിതാവ് പുത്രന് പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊന്ന് അലസതയെക്കുറിച്ച് പറയുകയാണ്. അലസത നാശത്തിനും പട്ടിണിക്കും നിദാനമാകുന്നു. കാരണം അലസതയാണ് ദാരിദ്ര്യത്തിൻ്റെ മാതാവ്. അപ്പോൾ ജോലി ചെയ്യേണ്ട സമയത്ത്, കഷ്ടപ്പെടേണ്ട സമയത്ത്, അധ്വാനിക്കേണ്ട സമയത്ത് ആ അധ്വാനത്തിൽ നിന്ന് മാറി അതിൽ നിന്ന് രക്ഷപ്പെട്ട് കളയാം എന്ന് വിചാരിച്ച് അലസമായിരുന്നാൽ അങ്ങനെയുള്ള വ്യക്തികളെ എന്നും പട്ടിണി, ദാരിദ്ര്യം തേടി നടക്കും. നാശം അവരുടെ പിന്നാലെ ഉണ്ടാവും. അലസൻ്റെ പിന്നാലെ നാശവും ദാരിദ്ര്യവും തേടി നടക്കും. അതുകൊണ്ട് അലസരാകാതിരിക്കണമെന്ന് ഈ വചനം ഓർപ്പിക്കുന്നു. അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു ആഗോളവൽക്കരണത്തിൻ്റെയൊക്കെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒന്നാണ്. വേല ചെയ്യുന്നവൻ്റെ കൂലി പിറ്റേ ദിവസത്തേക്ക് നീട്ടിവെക്കരുത്, അതത് ദിവസം തന്നെ കൊടുത്തു തീർക്കുക. മാന്യമായതും ന്യായമായതുമായ വേതനം ജോലി ചെയ്യുന്നവർക്ക് ഉറപ്പുവരുത്താൻ ഈ തൊഴിൽദായകരായ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഈ വചനം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ തൊഴിലാളിയുടെ ഭാഗത്തു നിന്ന് അലസത കൂടാതെയുള്ള അങ്ങേയറ്റം ആത്മാർത്ഥമായ ജോലി ചെയ്യുന്ന ഒരു ശൈലി ഉണ്ടാകണം. അതേസമയം തൊഴിൽദായകൻ്റെ ഭാഗത്തു നിന്ന് തൊഴിലാളിയെ ഒരു കാരണവശാലും ചൂഷണം ചെയ്യാത്ത, അവന് അർഹമായതും അവന് ന്യായമായതുമായിട്ടുള്ള കൂലി സാധിക്കുന്നതും അത്രയും പെട്ടെന്ന് അവൻ്റെ ജോലി കഴിയുമ്പോൾ തന്നെ അവന് നൽകുന്ന ഒരു ശീലമുണ്ടാകണം എന്നും ഓർമ്മിപ്പിക്കുന്നു. അതിനുശേഷം ഇതുപോലെ ദൈവ ശുശ്രൂഷയ്ക്ക് ജോലി ചെയ്യുന്നവർക്ക് കിട്ടുന്ന
പ്രതിഫലത്തെക്കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം പറയുകയാണ്, നിനക്ക് അഹിതമായത് അപരനോടും ചെയ്യരുത്. നിനക്ക് ഇഷ്ടമില്ലാത്തത്, നിനക്ക് അഹിതമായത് അപരനോടും ചെയ്യരുത്. ഈ ഒരു വാക്യം, നിനക്ക് അഹിതമായത് അപരനോടും ചെയ്യരുത് എന്നത് ഈശോ മലയിലെ പ്രസംഗത്തിൽ പറയുന്ന സുവർണ നിയമത്തിന് ഏതാണ്ട് സമാനമായൊരു ഉപദേശമാണ്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിൻ്റെ 7-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ ഈശോ മലയിലെ പ്രസംഗം നടത്തുകയായിരുന്നു. ആ മലയിലെ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗമാണത്. അവിടെ ഈശോ പറയുന്ന ഒരു വചനം ഇതാണ്. അതിനെയാണ് സുവർണ നിയമം, ദ ഗോൾഡൻ റൂൾ എന്ന് വിളിക്കുന്നത്. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ഇതാണ് നിയമവും പ്രവാചകന്മാരും എന്ന് ഈശോ പഠിപ്പിക്കുന്നുണ്ട്. അതിനെ ഗോൾഡൻ റൂൾ എന്ന് വിളിക്കുന്നുണ്ട്. എന്നാൽ ഈ ഗോൾഡൻ റൂൾ അല്ലെങ്കിൽ സുവർണ നിയമത്തിന് ചേർന്ന് പോകുന്ന ഒരു സിൽവർ റൂൾ, അത് നമ്മൾ ഈ തോബിത്തിൻ്റെ പുസ്തകത്തിൽ കാണുന്നതാണ്. തോബിത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൻ്റെ തുടക്കത്തിൽ, നിനക്ക് അഹിതമായത് അപരനോടും ചെയ്യരുത്. അപ്പോൾ ഇത്തരത്തിലുള്ള മനോഹരമായ ഉപദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വചനഭാഗമാണ് നമ്മളിവിടെ കാണുന്നത്. അതിനുശേഷം ദാനധർമ്മത്തെക്കുറിച്ച് വീണ്ടും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്, സതുപദേശങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മകന് പിതാവിന് നൽകാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ സതുപദേശങ്ങൾ നൽകിക്കൊണ്ടാണ് ഈ ഭാഗം അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. അതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു ഉപദേശം കൂടി പറഞ്ഞുകൊണ്ട് ഈ അധ്യായം അവസാനിപ്പിക്കാം. 4-ാം അധ്യായത്തിൻ്റെ 20-21 തിരുവചനങ്ങളിൽ സമ്പത്തുമായി ബന്ധപ്പെട്ട ചില പ്രായോഗിക നിർദ്ദേശങ്ങൾ കൂടെ കൊടുക്കുകയാണ്. നമുക്ക് വചനഭാഗം ഒന്ന് വായിക്കാം. 4-ാം അധ്യായം 20-21. മേദിയായിലെ റാഗസിൽ ഗബ്രിയാസിൻ്റെ പുത്രൻ ഗബായേലിൻ്റെ പക്കൽ ഞാൻ 10 താലന്ത് വെള്ളി ഏൽപ്പിച്ച കാര്യം പറയട്ടെ. മകനെ, നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആധി വേണ്ട. നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടുത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. അപ്പോൾ തോബിത്തിൻ്റെ വിടവാങ്ങൽ സന്ദേശത്തിൽ സമ്പത്തുമായി ബന്ധപ്പെട്ട ചില പ്രായോഗിക നിർദ്ദേശങ്ങളാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതുവരെ നൽകിയ എല്ലാ ഉപദേശങ്ങളും ചുരുക്കത്തിൽ 3 കാര്യങ്ങളായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. 1, ദൈവഭക്തി കൈവെടിയരുത്. 2, പാപം വർജിക്കണം. 3, ദൈവത്തിന് പ്രീതികരമായത് ചെയ്യണം. അപ്പോൾ സമ്പത്തിനെക്കുറിച്ചോ പണത്തെക്കുറിച്ചോ ഓർത്തൊന്നും നീ വിഷമിക്കേണ്ട. 3 കാര്യങ്ങളിൽ നീ നിഷ്കർഷയുള്ളവനായിരിക്കണം. ദൈവഭക്തി കൈവെടിയാൻ പാടില്ല, പാപം വർജിക്കണം, ദൈവത്തിന് പ്രീതികരമായി ചെയ്യണം. ബാക്കിയുള്ളതെല്ലാം ദൈവം നോക്കിക്കൊള്ളും. വലിയ സമ്പത്ത് നിന്നെ കാത്തിരിക്കുന്നു എന്നാണ് പിതാപുത്രനോട് പറയുന്നത്. അത് വെറുതെ പറയുന്നതല്ല, അത്തരത്തിലുള്ളൊരു വലിയ സമ്പത്ത് ആ പുത്രന് വേണ്ടി ഈ സമയം മേദിയായിൽ ഒരുക്കപ്പെട്ടിട്ടുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 14-ാം തിരുവചനത്തിൽ നമ്മൾ വായിച്ചതുപോലെ മേദിയായിലെ റാഗസിൽ ഗബ്രിയാസിൻ്റെ സഹോദരൻ ഗബായേലിനെ 10 താലന്ത് വെള്ളി തോബിത്ത് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ പണം ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് തിരിച്ച് എടുക്കുന്നതിന് വേണ്ടിയാണ്. വളരെ വലിയ ഒരു തുകയാണ് 10 താലന്ത് വെള്ളി. അപ്പോൾ ദരിദ്രനായി തീർന്നു എന്നോർത്ത് സങ്കടപ്പെടേണ്ടതില്ല. വലിയ ഒരു സമ്പാദ്യം തന്നെ നിനക്ക് ലഭിക്കും. പക്ഷേ നീ 3 കാര്യങ്ങൾ ഒരിക്കലും മറക്കരുത് എന്ന് പിതാവ് ഇത്രയും നേരം പറഞ്ഞ ഈ മുഴുവൻ ഉപദേശങ്ങളെയും അതിൻ്റെ രത്ന ചുരുക്കമായിട്ട് പറയുകയാണ്. ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കണം, പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം, ദൈവത്തേക്ക് പ്രീതികരമായത് ചെയ്യുകയും ചെയ്യണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ അധ്യായം അദ്ദേഹത്തിൻ്റെ വളരെ നീണ്ട ഒരു വിടവാങ്ങൽ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. അടുത്തതായി 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഇവിടെ എക്ബത്താനയിലേക്കുള്ള യാത്രയാണ്, മേദിയായിലേക്കുള്ള യാത്രയാണ്. തോബിത്ത് എന്ന പിതാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് തോബിയാസ് ഈ തുക 10 താലന്ത് വെള്ളി കൈപ്പറ്റുന്നതിന് വേണ്ടി ഒരു യാത്രയ്ക്ക് പുറപ്പെടുന്നു. ആ യാത്രയുടെ പുറപ്പാട്, അതിനുള്ള മുന്നൊരുക്കങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ,
അതൊക്കെയാണ് നമ്മൾ ഈ അധ്യായത്തിൽ 5-ാം അധ്യായത്തിൽ കാണുന്നത്. നമുക്ക് അധ്യായത്തിൻ്റെ ഉള്ളടക്കം ചെറുതായിട്ടൊന്ന് പരിശോധിക്കാം. തോബിത്തിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങളിൽ ഇത്തരത്തിലുള്ളൊരു ദീർഘമായ യാത്രയ്ക്ക് വേണ്ടി പോകാൻ തോബിയാസ് തൻ്റെ കൂടെ വരാൻ ഒരു സഹയാത്രികനെ കൂടെ ചെല്ലാൻ ഒരു ദൂതനെ കണ്ടെത്തുകയാണ്. 5-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങളിൽ ഇത്തരത്തിൽ കണ്ടെത്തിയ ദൂതനെ, സഹയാത്രികനെ തോബിയാസ് തൻ്റെ പിതാവ് തോബിത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. മൂന്നാമതായിട്ട് 16 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങളിൽ, 5-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങളിൽ തോബിയാസും ഈ ദൂതൻ്റെ പേര് അസറിയ എന്നാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ തോബിയാസും അസറിയായും കൂടി യാത്ര പുറപ്പെടുന്നതുമാണ്. അപ്പോൾ 3 കാര്യങ്ങൾ. 1, തോബിയാസ് യാത്രയ്ക്ക് വേണ്ടി ഒരു സഹയാത്രികനെ കണ്ടെത്തുന്നു. 2, തോബിയാസ് ഈ കണ്ടെത്തിയ സഹയാത്രികനെ പിതാവിന് പരിചയപ്പെടുത്തുന്നു. 3, തോബിയാസും ഈ സഹയാത്രികനായ അസറിയായും കൂടി യാത്രയ്ക്ക് പുറപ്പെട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. ഈ 3 രംഗങ്ങളാണ് നമ്മൾ ഈ അധ്യായത്തിൽ പ്രധാനമായിട്ടും കാണുക. ആദ്യ ഭാഗം നമുക്കൊന്ന് വായിക്കാം. 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള തിരുവചന ഭാഗത്ത് തോബിയാസ് ഒരു സഹയാത്രികനെ കണ്ടെത്തുന്ന സംഭവം നമുക്ക് കാണാം. വചനമൊന്ന് വായിക്കാം. തോബിയാസ് പ്രതിവചിച്ചു, പിതാവേ, നീ കൽപ്പിച്ചതെല്ലാം ഞാൻ ചെയ്യാം. പക്ഷേ ഞാൻ അവനെ അറിയാത്ത സ്ഥിതിക്ക് എങ്ങനെ ആ പണം കിട്ടും? തോബിത്ത് മകൻ്റെ കയ്യിൽ രേഖ കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിന്നോട് കൂടെ പോരാൻ ഒരുവനെ കണ്ടുപിടിക്കുക. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ അവന് കൂലി കൊടുത്തുകൊള്ളാം. പോയി ആ പണം വാങ്ങി വരിക. തോബിയാസ് ഒരാളെ അന്വേഷിച്ചു റഫായേലിനെ കണ്ടുമുട്ടി. അവൻ ഒരു ദൈവദൂതനായിരുന്നു. എന്നാൽ തോബിയാസ് അത് മനസ്സിലാക്കിയില്ല. അവൻ ചോദിച്ചു, മേദിയായിലെ റാഗസിലേക്ക് എന്നോടുകൂടെ പോരാമോ? ആ പ്രദേശം നിനക്ക് പരിചയമുണ്ടോ? ദൂതൻ മറുപടി നൽകി, ഞാൻ നിന്നോടുകൂടെ വരാം. എനിക്ക് വഴി നല്ല പരിചയമുണ്ട്. മാത്രമല്ല, നമ്മുടെ സഹോദരൻ ഗബായേലിനോടൊന്നിച്ച് ഞാൻ താമസിച്ചിട്ടുമുണ്ട്. തോബിയാസ് പറഞ്ഞു, ഇവിടെ നിൽക്കൂ, ഞാൻ എൻ്റെ പിതാവിനോട് പറഞ്ഞിട്ട് വരാം. ദൂതൻ പറഞ്ഞു, പോവുക, താമസിക്കരുത്. ഇവിടെ തുടക്കത്തിൽ തന്നെ തോബിത്ത് തൻ്റെ മകനോട് പറയുകയാണ്, കഴിഞ്ഞ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത്, നീ എത്രയും പെട്ടെന്ന് യാത്ര പുറപ്പെടുക, മേദിയായിലേക്ക് പോവുക, റാഗസിൽ ചെല്ലുക, ഗബായേൽ എന്ന വ്യക്തിയുടെ കരങ്ങളിൽ നിന്ന് താൻ കൊടുത്തേൽപ്പിച്ചിട്ടുള്ള 10 താലന്ത് വെള്ളി, വലിയ ധനം തിരിച്ച് സംഘടിപ്പിച്ച് പോരുക. അപ്പോൾ തോബിയാസ് തൻ്റെ പിതാവിൻ്റെ വാക്കുകൾ അനുസരിക്കുന്ന നല്ലൊരു പുത്രനാണ്. അവൻ പിതാവ് നിർദ്ദേശപ്രകാരം യാത്രയ്ക്ക് തയ്യാറായി പോകാൻ തയ്യാറാണ്. പക്ഷെ അവൻ്റെ മുമ്പിൽ 2 പ്രശ്നങ്ങളുണ്ട്. അതവൻ പിതാവിനോട് പറയുന്നു. 1, തോബിയാസിന് ഈ ഗബായേൽ എന്ന വ്യക്തിയെ അറിയില്ല, അയാളുമായി യാതൊരു പരിചയവുമില്ല. അപ്പോൾ എങ്ങനെ മേദിയായിലെ ഗബായേൽ എന്ന വ്യക്തിയെ തോബിയാസ് കണ്ടുപിടിക്കും? ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, തോബിത്തിന് മേദിയായിലേക്ക് പോകാനുള്ള വഴി അറിയില്ല. തോബിത്ത് ജീവിക്കുന്നത് നിനവേയിലാണ്. തോബിയാസും തോബിത്തിൻ്റെ കൂടെ നിനവേയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ തോബിയാസിന് നിനവേയിൽ നിന്ന് മേദിയായിലേക്ക് പോകാനുള്ള വഴി അറിയില്ല. അപ്പോൾ ഗബായേലിൻ എന്ന വ്യക്തിയെ അറിയില്ല, മേദിയായിലേക്ക് പോകാനുള്ള വഴിയും തോബിയാസിന് അറിയില്ല. ഈ 2 പ്രശ്നങ്ങൾക്കും പിതാവായ തോബിത്ത് യഥാക്രമം പരിഹാരം കണ്ടെത്തി കൊടുക്കുകയാണ്. ഒന്നാമതായിട്ട് തോബിത്ത് ചെയ്യുന്നത്, തോബിത്തും ഗബായേലും തമ്മിലുള്ള ഉടമ്പടിയുടെ രേഖ തോബിയാസിന് കൈമാറുകയാണ്. അപ്പോൾ ഈ രേഖ കാണിക്കുമ്പോൾ അറിയാം ഗബായേലിൻ്റെ കൈവശം ഈ പണമുണ്ടെന്നും ആ രേഖയിൽ ഒപ്പുവെച്ചിരിക്കുന്ന ആളാണ് ഗബായേൽ. അപ്പോൾ അതുകൊണ്ട് ഗബായേലിനെ കണ്ടെത്തുക എന്നത് എളുപ്പമായി തീരുന്നു. കാരണം രേഖ കയ്യിലുണ്ട്. തോബിത്തും ഗബായേലും ഒപ്പുവെച്ചിരിക്കുന്ന രേഖ ഇവരുടെ കയ്യിലുണ്ട്. രണ്ടാമത്തെ പ്രശ്നം മേദിയായിലേക്കുള്ള വഴിയാണ്. അപ്പോൾ തോബിത്ത് പുത്രനോട് പറയുകയാണ്, അതിന് നീ ചെയ്യേണ്ട ഒരു കാര്യം, മേദിയായിലേക്കുള്ള വഴി അറിയുന്ന ഒരു വ്യക്തിയെ, ഒരു ദൂതനെ സഹയാത്രികനായിട്ട് സ്വീകരിക്കുക. അവനുള്ള കൂലി മുഴുവൻ ഞാൻ കൊടുത്തുകൊള്ളാം.
അപ്പോൾ അവന് ഒരാളെ കൂലിക്കെടുക്കുക, കൂടെ വരാനായിട്ട്, കൂട്ടുവരാനായിട്ട്, ദൂതനായി വരാനായിട്ട്, സഹയാത്രികനാകാനായിട്ട് ഒരാളെ കൂലിക്കെടുക്കുക. അങ്ങനെ പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം യാത്രയ്ക്ക് കൂട്ടിനായിട്ട് തോബിയാസ് ഒരു ദൂതനെ അന്വേഷിക്കുന്നു. അന്വേഷിച്ച് ഉടൻ തന്നെ കണ്ടെത്തുകയാണ്. അവിടെയാണ് നമ്മൾ ദൈവത്തിൻ്റെ ഇടപെടൽ മനസ്സിലാക്കേണ്ടത്. ദൈവം ഇതിനു മുൻപ് തന്നെ തോബിത്തിൻ്റെയും സാറായുടെയും പ്രാർത്ഥന കേട്ട ദൈവം റഫായേലിനെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിയോഗിച്ചിരുന്നു എന്ന് വായനക്കാരെ നമുക്കറിയാം. അത് തോബിത്തിനോ തോബിയാസിനോ അറിയില്ല. അതുകൊണ്ടിതാ തോബിയാസ് പുറത്തേക്ക് ഇറങ്ങുന്നു, ഒരു ദൂതനെ, സഹയാത്രികനായി പോകാൻ പോകുന്ന ഒരു വ്യക്തിയെ അന്വേഷിക്കുന്നു. അപ്പോൾ തന്നെ കണ്ടെത്തുന്നു. അപ്പോൾ ആ കണ്ടെത്തുന്ന ആരാണ്? ഈ ദൂതൻ എന്ന് പറയുന്നത് വേഷപ്രച്ഛന്നനായ റഫായേൽ മാലാഖയാണ്, നമുക്കറിയാം. എന്നാൽ തോബിയാസിനോ തോബിത്തിനോ ഒന്നും അറിയില്ല. റഫായേൽ മാലാഖ ആയതുകൊണ്ടാണ് അവർ എത്തിപ്പെടേണ്ട സ്ഥലത്തെക്കുറിച്ചും അവർ കണ്ടുമുട്ടേണ്ട വ്യക്തിയെക്കുറിച്ചും എല്ലാം കൃത്യമായ അറിവ് ഈ ദൂതനുള്ളത്. അപ്പോൾ ഇനി ഈ ദൂതനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ, ഈ ദൂതനും തോബിത്തും തമ്മിലുള്ള സംഭാഷണം, പിന്നീട് അവരുടെ യാത്ര, ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് വായിച്ച് വ്യാഖ്യാനിക്കാം.